ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡിൻ്റെ കീഴിലുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെ 5ാം ക്ലാസ് മസായിലുൽ ഫിഖ്ഹിലെ അദ്ദറസു റാബി അഷ്റ 14ാമത്തെ പാഠം എന്താണ്? അസ്സൗമു ജുന്ന, നോമ്പ് പരിചയാണ്. നമുക്ക് പാഠഭാഗം മനസ്സിലാക്കാം. പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൽക്കർമ്മങ്ങൾക്ക് 700 ഇരട്ടി പ്രതിഫലം ലഭിക്കും. നോമ്പ് അനുഷ്ഠിച്ചവന് അന്ത്യനാളിൽ റമളാൻ ശുപാർശ ചെയ്യും. ഒരു നോമ്പ് നോറ്റവനെ നരകത്തിൽ നിന്നും 70 വർഷത്തെ ദൂരത്തേക്ക് അള്ളാഹു അകറ്റും. അപ്പം എന്താണ് നോമ്പ് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? സൽക്കർമ്മങ്ങൾക്ക് 700 ഇരട്ടി പ്രതിഫലം ലഭിക്കും. റമളാൻ മാസത്തിൽ ഒരു സൽക്കർമ്മം ചെയ്താൽ 700 ഇരട്ടിയാണ് പ്രതിഫലം. പിന്നെ നോമ്പ് അനുഷ്ഠിച്ചവന് അന്ത്യനാളിൽ റമളാൻ ശുപാർശ ചെയ്യും. റമളാനെ കുറിച്ചിട്ട് അവസാനത്തെ 5 വരിയിൽ എഴുതാൻ ചോദ്യമായിട്ട് വന്ന അതൊക്കെയാണ് എഴുതട്ടാ. റമളാന് ശുപാർശ ചെയ്യും, അന്ത്യനാളിൽ ശുപാർശ ചെയ്യും നോമ്പ് അനുഷ്ഠിച്ചവന് റമളാൻ കേട്ടോ. പിന്നെന്താണ്? ഒരു നോമ്പ് നോറ്റവനെ നരകത്തിൽ നിന്നും 70 വർഷത്തെ ദൂരത്തേക്ക് അകറ്റും. 70 വർഷത്തെ ദൂരത്രണ്ട അത്രയും അകലത്തിലേക്ക് അകറ്റും ഒരു നോമ്പ് നോറ്റവനെ. അപ്പോൾ അത് മനസ്സിലാക്കുക. റമളാനിൻ്റെ ശ്രേഷ്ഠതകളാണ് ഇവിടെ പറയുന്നത്, നോമ്പിൻ്റെയും റമളാനിൻ്റെയും ഒക്കെ. ഈ പ്രതിഫലങ്ങൾ ലഭിക്കണമെങ്കിൽ ഫർളുകളും സുന്നത്തുകളും പാലിച്ച് നോമ്പ് അനുഷ്ഠിക്കണം. നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഒഴിവാക്കണം. സിനാൻ, ഏതൊക്കെയാണ് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ? ഉമ്മ, തുറക്കപ്പെട്ട ദ്വാരങ്ങളിലൂടെ തടിയുള്ള വല്ല വസ്തുവും ഉള്ളിലേക്ക് പ്രവേശിക്കുക, അതായത് നമ്മൾ വല്ല ഭക്ഷണവും കഴിക്കുക, മനസ്സിലാക്കുക. പിന്നെന്താണ്? ഉണ്ടാക്കി ഛർദ്ദിക്കുക. പിന്നെ ഇതൊക്കെ മുതലായവ നോമ്പ് മുറിയുന്ന കാര്യങ്ങളാണ്. സിനാൻ, ഏതൊക്കെയാണ് നോമ്പിൻ്റെ ഫർളുകൾ? നോമ്പിന് ഇവിടെ പറഞ്ഞ് ഫർളുകളും സുന്നത്തുകളും പാലിച്ച് നോമ്പ് അനുഷ്ഠിച്ചാലേ പ്രതിഫലം ലഭിക്കുള്ളൂ എന്ന് പറഞ്ഞ്. അപ്പോൾ ഏതൊക്കെയാണ് നോമ്പിൻ്റെ ഫർളുകൾ? എല്ലാ ദിവസവും രാത്രി നിയ്യത്ത് ചെയ്യൽ, നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കൽ, ഇവയാണ് നോമ്പിൻ്റെ ഫർളുകൾ. അപ്പോൾ നോമ്പിൻ്റെ ഫർളുകൾ എത്രയാണ്? 2. എല്ലാവരും മനസ്സിലാക്കുക. ചോദ്യം വരാം, ഓപ്ഷൻ ചോദ്യമായിട്ട് വരും. നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ എത്രയാണ്? നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ 2. എല്ലാ ദിവസവും രാത്രി നിയ്യത്ത് ചെയ്യലാണ്. പിന്നെ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കലാണ്. ഇതൊക്കെയാണ് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ. സിനാന്, എന്താണ് നിയ്യത്ത് ചെയ്യേണ്ടത്? എന്താണ് നോമ്പിന് നിയ്യത്ത് ചെയ്യേണ്ടത്? എന്താണ്? നവൈത്തു ഉമ്മ, നവൈത്തു സൗമ അദിൻ അൻ അദാഇ ഫർളി റമളാനി ഹാദിഹി സനത്തി ലില്ലാഹി തആല. നവൈത്തു സൗമ അദിൻ അൻ അദാഇ ഫർളി റമളാനി ഹാദിഹി സനത്തി ലില്ലാഹി തആല. അതിൻ്റെ അർത്ഥമാണ് എന്ത്? ഈ വർഷത്തെ റമളാൻ മാസത്തിലെ ഫർളായ അദാ ആയ നാളത്തെ നോമ്പ് അല്ലാഹു തആലാക്ക് ഞാൻ നോൽക്കാൻ കരുതി. ഈ വർഷത്തെ റമളാൻ മാസത്തിലെ ഫർളായ അദാ ആയ നാളത്തെ നോമ്പ് അല്ലാഹു തആലാക്ക് ഞാൻ നോൽക്കാൻ കരുതി. അപ്പം നോമ്പിൻ്റെ നിയ്യത്തും അതിൻ്റെ അർത്ഥസഹിതം എഴുതുക എന്ന് പറഞ്ഞിട്ട് ചോദ്യം വരാം. അപ്പം ഇത് മനസ്സിലാക്കിയിട്ട് എഴുതാം. അടുത്ത് സിനാന്, ഏതൊക്കെയാണ് നോമ്പിൻ്റെ സുന്നത്തുകൾ? നമ്മൾ നേരത്തെ പറഞ്ഞ സുന്നത്തുകളും ഫർളുകളും ഷർത്തുകളൊക്കെ പാലിക്കണം എന്ന്. ഫർളുകളും സുന്നത്തുകളും പാലിക്കണം. അപ്പോൾ നമ്മൾ ഫർളുകൾ പറഞ്ഞു. ഇനി സുന്നത്തുകൾ എന്താണ്? അനാവശ്യ സംസാരങ്ങളും കളികളും ഒഴിവാക്കൽ. അനാവശ്യ സംസാരങ്ങളും അനാവശ്യ കളികളൊക്കെ റമളാനിൽ ഒഴിവാക്കുക. പിന്നെന്താണ്? ഖുർആൻ പാരായണം, ദിക്ർ, ദാനധർമ്മം എന്നിവ വർദ്ധിപ്പിക്കൽ. പിന്നെ എഴുത്തിക്കാഫ് നിർവഹിക്കൽ. പകൽ സമയത്തെ സുഗന്ധം ഒഴിവാക്കൽ. പിന്നെന്താണ്? ദുർവികാരങ്ങളിൽ നിന്നും ദുശ്ചിന്തകളിൽ നിന്നും മാറി നിൽക്കൽ. അത്താഴം കഴിക്കൽ. സമയമായാൽ ഉടനെ നോമ്പ് തുറക്കൽ. ഈത്തപ്പഴം, വെള്ളം എന്നിവ ഉപയോഗിച്ച് നോമ്പ് തുറക്കൽ. നോമ്പ് തുറന്ന ഉടനെ അല്ലാഹുമ്മ ലക സുംത വഅലാ റിസ്ഖിക അഫ്തർതു ദഹബൽ ലമഉ വബ്തലത്തിൽ ഉറൂഖു വസബത്തിൽ അജ്റു ഇൻഷാ അല്ലാഹ് എന്ന ദിക്ർ ചൊല്ലൽ തുടങ്ങിയവ സുന്നത്തുകളിൽ ചിലതാണ്. അപ്പോൾ നോമ്പ് തുറക്കാൻ ഏറ്റവും ഉത്തമം എന്താണ്? ഈത്തപ്പഴം, വെള്ളം. പിന്നെ റമളാനിൽ പകൽ സമയത്ത് ഒഴിവാക്കണം എന്ത്? സുഗന്ധം ഒഴിവാക്കണം. വർദ്ധിപ്പിക്കേണ്ടതൊക്കെ എന്തൊക്കെയാണ്? ഖുർആൻ പാരായണം, ദിക്ർ, ദാനധർമ്മം എന്നിവ റമളാനിൽ വർദ്ധിപ്പിക്കുക.
അനാവശ്യ സംസാരങ്ങൾ ഒഴിവാക്കുക. അപ്പോൾ അതൊക്കെ ആ രീതിയിൽ ചോദ്യം വന്നാൽ നമുക്ക് എഴുതാൻ കഴിയണം. ദുർവികാരങ്ങളിൽ നിന്നും ദുശ്ചിന്തകളിൽ നിന്നും മാറി നിൽക്കൽ, വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരും. സമയമായാൽ ഉടനെ നോമ്പ് തുറക്കണം. നോമ്പ് തുറക്കുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ അത് നന്നായി മനസ്സിലാക്കി പഠിക്കുക. അദബുകളെല്ലാം ഞാൻ പാലിക്കും, സിനാൻ പറഞ്ഞു. സൂമു തത്തക്കു, നോമ്പെടുക്കുക ഭക്തരാവുക. സൂമു തത്തക്കു, നോമ്പെടുക്കുക ഭക്തരാവുക. നമുക്കിതിൻ്റെ ദഫ്തർ തോലിബ് നോക്കാം. ഇവിടെ നസിൽ യോജിച്ച് ചേർത്ത് കൊടുക്കാനാണ് ആദ്യം വന്നത്. എന്താണ്? റമളാനിലെ സൽക്കർമ്മങ്ങൾക്ക് എന്താണ് 700 ഇരട്ടി പ്രതിഫലം ലഭിക്കും. അപ്പം അതിൻ്റെ സി എഴുതാം. റമളാനിൽ നോമ്പ് നോറ്റവന് എന്താണ്? റമളാനിൽ നോമ്പ് നോറ്റവന് റമളാൻ ശുപാർശ ചെയ്യും. റമളാൻ ശുപാർശ ചെയ്യും. അപ്പം അതിൻ്റെ എഴുതാം. അടുത്തത്, ഒരു ദിവസത്തെ നോമ്പ് നോറ്റവനെ നരകത്തിൽ നിന്ന് 70 വർഷം അകലെയാക്കും. 70 വർഷം അകലെയാക്കും. അപ്പോൾ അതിൻ്റെ ബി കൊടുക്കാം. അടുത്തത് എന്താണ്? അതുപോലെ തന്നെ മാച്ച് ചെയ്യാൻ തന്നെയാണ്. നോമ്പിൻ്റെ ഫർളാണെന്ത്? നോമ്പിൻ്റെ ഫർളാണ് എല്ലാ ദിവസവും നിയ്യത്ത് ചെയ്യൽ. അപ്പോൾ അതിൻ്റെ ബി എഴുതാം. 2 ഫർളുകൾ പറഞ്ഞു. അതിൽ നിന്ന് ഒന്നാണ് എല്ലാ ദിവസവും നിയ്യത്ത് ചെയ്യുക. മറ്റേത് എന്തായിരുന്നു? നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കലുമാണ്. പിന്നെ എന്താ? നോമ്പിൻ്റെ സുന്നത്താണെന്ത്? ദിക്ർ വർദ്ധിപ്പിക്കൽ. ദിക്ർ വർദ്ധിപ്പിക്കൽ. അപ്പോൾ അതിൻ്റെ സി എഴുതാം. പിന്നെ നോമ്പ് മുറിയുന്ന കാര്യമാണെന്ത്? ഉണ്ടാക്കി ഛർദ്ദിക്കൽ. അപ്പോൾ അതിൻ്റെ എയും എഴുതാം. മനസ്സിലാക്കുക. ഇനി നോമ്പിൻ്റെ ഫർളുകൾ ഏതെല്ലാം? നോമ്പിൻ്റെ ഫർളുകൾ 2 നമ്മൾ പറഞ്ഞു. ഇത് അവിടെയൊക്കെ എഴുതാം. എല്ലാ ദിവസവും രാത്രി നിയ്യത്ത് ചെയ്യൽ, നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കൽ, ഇവയാണ് നോമ്പിൻ്റെ ഫർളുകൾ. അടുത്ത എന്താണ്? നോമ്പ് മുറിയുന്ന 2 കാര്യങ്ങൾ എഴുതാനാണ്. നോമ്പ് മുറിയുന്ന 2 കാര്യങ്ങൾ ഏതൊക്കെ പറഞ്ഞിരുന്നോ? ഉണ്ടാക്കി ഛർദ്ദിക്കുക, ഇവിടെ പറഞ്ഞു. തുറക്കപ്പെട്ട ദ്വാരങ്ങളിലൂടെ തടിയുള്ള വല്ല വസ്തുവും ഉള്ളിലേക്ക് പ്രവേശിക്കുക, ഉണ്ടാക്കി ഛർദ്ദിക്കുക. അങ്ങനെ 2 അവിടേക്ക് എഴുതാം. അടുത്തത്, റമളാൻ നോമ്പിന് എങ്ങനെയാണ് നിയ്യത്ത് ചെയ്യേണ്ടത്? എങ്ങനെയാണ്? നവൈത്തു സൗമാദിൻ അൻ അദായി ഫർളി റമളാനി ഹാദിഹി സനത്തിൽ ഇല്ലാഹി തആല. അപ്പോൾ അതാണ് നോമ്പിൻ്റെ നിയ്യത്ത്. അർത്ഥസഹിതം എഴുതി മനസ്സിലാക്കി പഠിക്കുക. അടുത്ത, നോമ്പ് തുറന്ന ഉടനെ എന്ത് ചൊല്ലണം? എന്താണ് ചൊല്ലേണ്ടത്? അല്ലാഹുമ്മ ലക്കസുംതു വഅലാ റിസ്കിക അഫ്തർതു ദഹബല്ലമഉ വബ്തലത്തിൽ ഉറൂഖു വസബത്തൽ അജ്റു ഇൻഷാ അല്ലാഹ് എന്നാണ് നോമ്പ് തുറക്കുമ്പോൾ ചൊല്ലേണ്ടത്. അടുത്ത തഹസീസാണ്. എന്താണ്? റമളാനിലെ വിശേഷങ്ങൾ എന്ന വിഷയത്തിൽ ഒരു പ്രബന്ധം എഴുതാനാണ്. അതായത് 5 വരിയിൽ കുറയാതെ എഴുതാൻ വരും. റമളാൻ എന്നതിനെക്കുറിച്ചൊക്കെ. അപ്പം അതിനൊക്കെ ആസ്പദമാക്കിയിട്ട് അവിടെ ഒരു 5 വരി കുറയാതെ എഴുതുന്ന രീതിയിൽ നമുക്ക് പാഠഭാഗത്ത് മനസ്സിലാക്കി എഴുതാം. എന്തൊക്കെ എഴുതാം? ഈ ഫസ്റ്റ് വന്ന ഈ പാരഗ്രാഫൊക്കെ എഴുതാം. സൽക്കർമ്മങ്ങൾക്ക് 700 ഇരട്ടി ദൂരത്തേക്ക് അകറ്റും. പ്രതിഫലം ലഭിക്കണമെങ്കിൽ ഫർളുകളും സുന്നത്തുകളും പാലിച്ച് നോമ്പ് അനുഷ്ഠിക്കണം. നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഒഴിവാക്കണം. തുറക്കപ്പെട്ട ദ്വാരങ്ങളിലൂടെ തടിയുള്ള വല്ല വസ്തുവും ഉള്ളിലേക്ക് പ്രവേശിക്കുക, ഉണ്ടാക്കി ഛർദ്ദിക്കുക. നോമ്പിന് 2 ഫർളുകളാണുള്ളത്. എല്ലാ ദിവസവും രാത്രി നിയ്യത്ത് ചെയ്യൽ, നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കൽ, ഇവയാണ് നോമ്പിൻ്റെ ഫർളുകൾ. നോമ്പിന് ധാരാളം സുന്നത്തുകളുണ്ട്. എന്താണ്? അനാവശ്യ സംസാരങ്ങളും കളികളും ഒഴിവാക്കുക, ഖുർആൻ പാരായണം, ദിക്ർ, ദാനധർമ്മം എന്നിവ വർദ്ധിപ്പിക്കുക, എഴുത്തിക്കാഫ് നിർവഹിക്കൽ, പകൽ സമയത്ത് സുഗന്ധം ഒഴിവാക്കൽ, ദുർവികാരങ്ങളിൽ നിന്നും ദുശ്ചിന്തകളിൽ നിന്നും മാറി നിൽക്കൽ, അത്താഴം കഴിക്കൽ, സമയമായാൽ ഉടനെ നോമ്പ് തുറക്കൽ, ഈത്തപ്പഴം, വെള്ളം എന്നിവ ഉപയോഗിച്ചാണ് നോമ്പ് തുറക്കൽ. തുറക്കുമ്പോൾ അല്ലാഹുമ്മ ലക്കസുംതു വഅലാ റിസ്കിക അഫ്തർതു ദഹബല്ലമഉ വബ്തലത്തിൽ ഉറൂഖു വസബത്തൽ അജ്റു ഇൻഷാ അല്ലാഹ് എന്ന ദിക്ർ ചൊല്ലുക. നോമ്പിന് നിയ്യത്ത് വെക്കുക എന്നൊക്കെ. അപ്പോൾ ഇത്രയൊക്കെ എഴുതി നമുക്ക് നോമ്പിനെ കുറിച്ചിട്ട് ഒരു തഹസീസ് എഴുതി മനസ്സിലാക്കി പഠിക്കാം. ഉപകാരപ്പെടുത്തുക എല്ലാവരും വീഡിയോ. അടുത്തത് എന്താണ്? നക്തുബ്, പകർത്തി എഴുതാനാണ്. ഇവിടെയുള്ള വേർഡ്സുകളൊക്കെ ഇവിടേക്ക് പകർത്തി എഴുതുക. പ്രതിഫലം, സിബാർശ, മഹത്വം, എഴുത്തിക്കാഫ്, സൗമു റമളാൻ, ഇൻഷാ അല്ലാ, സൗമുലി, നിബന്ധന, ദാനധർമ്മം, ഈത്തപ്പഴം, ഖിറാഅത്തുൽ ഖുർആൻ, അതൊക്കെ അതുപോലെ പകർത്തി എഴുതുക. അപ്പോൾ ഇത്രയാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ മസായിലുൽ ഫിഖ്
ഈ പാഠത്തോടെ അവസാനിക്കുകയാണ്. എല്ലാവരും മനസ്സിലാക്കി പഠിച്ച് ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. അടുത്തതിന് എക്സാമിലേക്കുള്ള റിവിഷനൊക്കെ നന്നായി മനസ്സിലാക്കി ചെയ്യുക. നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. വസല്ലല്ലാഹു വസല്ലം അലാ ഹൈരി അൽക്കി സയ്യിദിന മുഹമ്മദിൻ വാലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.